അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ഇടാം. ബട്ടർ വെണ്ണയാണ്, അത് ഉപ്പില്ലാത്ത വെണ്ണ മേടിക്കാൻ കിട്ടും, അതാണ് ഇടുന്നത്. അത് ഫ്രിഡ്ജിൽ വെച്ച വെണ്ണയല്ല, നമ്മൾ പുറത്തേക്ക് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയ ശേഷം വേണം ഇടാൻ. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പൊടിച്ച പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. ഞാനിവിടെ പൊടിച്ചിട്ടില്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ട്. ഏറ്റവും നല്ലത് പൊടിച്ചിട്ടുള്ള പഞ്ചസാര യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ ക്രിസ്റ്റൽ സോൾട്ട് ആയതുകൊണ്ട് അധികം അങ്ങനെ ക്രിസ്റ്റൽ ഷുഗർ ആയതുകൊണ്ട് അധികം അങ്ങനെ മിക്സ് ആയിട്ടില്ല, കുറേ നേരം എടുക്കുന്നുണ്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 2 മുട്ടയും 1/4 കപ്പ് പാലാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിപ്പോൾ പാല് കുറച്ചേ ചേർത്തിട്ടുള്ളൂ, അതിന് ശേഷം വീണ്ടും ചേർക്കും. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ്, നിങ്ങളെ ഫ്ലേവർ അനുസരിച്ച് ചേർത്താൽ മതി. ഇത് ആക്ച്വലി ഞാനൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഞാനൊരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് വാനില എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. ഒരുപാട് നേരം അങ്ങനെ ബീറ്റ് ചെയ്യണം, പക്ഷെ മുട്ട ഇട്ടിട്ട് മാത്രം കുറച്ചധികം നേരം ബീറ്റ് ചെയ്യണം, ആ മുട്ടയും ഇതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ടും ഇടുന്നുണ്ട്. രണ്ടും ഇട്ടിട്ട് അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തരിപ്പയിലൊന്ന് തരിച്ചെടുക്കുക. അത് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരിപ്പയിലൊന്ന് നന്നായിട്ട് തരിച്ചെടുക്കുന്നത്. ഈ കട്ട ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഈ കട്ടയൊന്നും മിക്സ് ആവില്ല, അത് അവിടെ കിടന്നിട്ട് കേക്ക് ബേക്ക് ആകുമ്പോൾ ആ കട്ട അതുപോലെ തന്നെ വേവാത്ത പോലെ എങ്ങനെ ഉണ്ടാവും, ആ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തം കുളമാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ സീവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ആ പാല് 1/4 കപ്പ് പാല് കൃത്യം അതിന് ഫുള്ളായിട്ട് ആവശ്യം വന്നിട്ടുണ്ട്. പാലൊന്നും ബാക്കിയായിട്ടില്ല, മൊത്തത്തിലുള്ള പാല് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻറ്റാണ്, ഇത്ര തന്നെ പാല് നിങ്ങൾ എടുത്താലും മതി. ഈ പാലെടുത്തിട്ട് നന്നായിട്ട് കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. 1/4 കപ്പ് പാലല്ല കേട്ടോ, 1 കപ്പ് പാല് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു, പിന്നെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇത് മൊത്തം ബാക്കിയുള്ളതും കൂടി തരിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ കട്ട കണ്ടോ, ആ കട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം, അതിനാണ് ഈ തരിപ്പ് വെച്ചിട്ട് നമ്മൾ തരിക്കുന്നത്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, പൊടി ഇട്ടിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന പോലെ വന്നാൽ മതി. നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ജസ്റ്റ് ഇതുകൊണ്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് 2 അടി അടിച്ചാലും കൂടി മതി. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം അതായത് ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. അതിലേക്ക് പിന്നെ സൈഡിലുള്ളതെല്ലാം നമ്മളൊരു സ്പാച്ചുലിയോ അല്ലെങ്കിൽ ഒരു കയ്യിലോ വെച്ചിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് ഒന്ന് വടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടണം. ഇതുപോലെ സൈഡിലുള്ളതെല്ലാം എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ഇട്ടിട്ട് കലക്കേണ്ട ആവശ്യമില്ല, കലക്കി കഴിഞ്ഞാൽ അത് നന്നാവില്ല. ജസ്റ്റ് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ, ഇതിപ്പം ഞാൻ എടുക്കുന്നത് സിലിക്കോണിൻ്റെ കപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിത് വേണമെങ്കിൽ പേപ്പർ കപ്പ് ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക് പേപ്പർ അല്ല, മറ്റേ പേപ്പറിൻ്റെ കപ്പില്ലേ, നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ഡിസ്പോസിബിൾ കപ്പുകളില്ലേ, ആ പേപ്പർ കപ്പിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾ ഒരു 1/4 ഭാഗം വെച്ചിട്ട് ഒഴിക്കാൻ പാടുള്ളൂ, ഫുള്ളായിട്ട് ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് പൊന്തി വരും. ഒരുപാട് നിറച്ച് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊന്തിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരു പരുവത്തിലാവും. അപ്പോൾ അത് കാരണം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിക്കുന്ന പോലെ ഒരു 1/4 ഭാഗമായിട്ട് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇത് നിങ്ങൾ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ ഓവനിലും ഉണ്ടാക്കാൻ പറ്റും. സെയിം ബാറ്റർ തന്നെ എടുത്തിട്ട് നമുക്ക് 2 രീതിയിലും ചെയ്യാൻ പറ്റും. ഞാനിവിടെ 2 രീതിയിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഓവനിലാണ്, അതായത് പ്രീ ഹീറ്റ് ചെയ്ത ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ഈ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് നേരെ എടുത്തിട്ട് ഓവനിലേക്ക് വെക്കുകയാണ്. ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്, 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന 15 മിനിറ്റ് ആണെങ്കിലും 20-25 മിനിറ്റ് ആയിട്ടുണ്ട് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. 20-25 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ബേക്കായിട്ട്, അത് ജസ്റ്റ് ഒന്നൊരു നീഡിലെടുത്തൊന്ന് കുത്തി നോക്കിയാൽ മതി ഉള്ളിൽ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കണ്ടാൽ അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിതിപ്പോൾ ചൂടോടെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു പോയതുപോലെ ആയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയത്. കാണുമ്പോൾ തന്നെ അറിയാം, ആ സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ കുക്കറിൽ അതേപോലെ തന്നെ 10 മിനിറ്റ് ചൂടാക്കിയ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം പിന്നെ ബാക്കിയുള്ള 20-25 മിനിറ്റ് സിമ്മിലാണ് നമ്മൾ ചെയ്യുന്നത്. വിസിലിടാൻ പാടില്ല, ഗ്യാസ്കറ്റ് ഇടാൻ പാടില്ല. എന്നിട്ട് കുക്കറിൽ മൂടി വെക്കുക നമ്മൾ. ഞാൻ കുക്കറിൽ വേണമെങ്കിൽ ഉപ്പിടണം നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് അടിയിലിട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പാത്രം കയറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ
ഈ മോൾഡുകൾ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിപ്പോൾ ടൈറ്റായിട്ടാണ് ഉണ്ടായത്, അതുകൊണ്ട് ഷേപ്പ് ഒരു കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. അതിലിപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഈ 6 അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇത് അതിനേക്കാളും സോഫ്റ്റാണ്. ആക്ച്വലി കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കുക്കറിൽ ഉണ്ടാക്കിയാൽ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവൻ ഇല്ലയെന്ന് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കുക്കറിൽ കേക്കാണ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓവനിലും നല്ലതായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും സോഫ്റ്റായിട്ടുണ്ടായിരുന്നത് കുക്കറിൽ ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കമൻസും ഫീഡ്ബാക്കെല്ലാം ഒന്ന് പറയുക. ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് മെഷർമെൻറ്റിൽ ഉണ്ടാക്കി നോക്കുക. ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കേക്ക് സൂപ്പറായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.